നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. മധ്യാഹ്ന വാർത്തകൾ വായിക്കുന്നത് അനു മനു. നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയറുകൾ പൊട്ടി. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലിറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് സിയാൽ അറിയിച്ചു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകും. വീടുകൾ കയറി വിവരശേഖരണം നടത്തി എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ഇന്നുകൂടിയാണ് സമയമുള്ളത്. സംസ്ഥാനത്ത് ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ 100% പൂർത്തിയായി. മോഹൻലാലിനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്ത ചിത്രം കർമ്മയോധയുടെ തിരക്കഥയെ ചൊല്ലിയുള്ള നിയമതർക്കത്തിൽ മേജർ രവിക്ക് തിരിച്ചടി. ചിത്രത്തിന്റെ തിരക്കഥ റെജി മാത്യുവിന്റേതാണെന്ന് കോട്ടയം കൊമേഴ്ഷ്യൽ കോടതി വിധിച്ചു. പരാതിക്കാരന് 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ഗുണനിലവാരമില്ലാത്തതും പൂപ്പൽ ബാധിച്ചതുമായ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചു. പയ്യോളി IPC റോഡിൽ പ്രവർത്തിക്കുന്ന ഷിറിൻ ഫുഡ്സ് എന്ന സ്ഥാപനമാണ് അടപ്പിച്ചത്. ലോക ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ കണക്കുകൾ പുറത്തുവന്നപ്പോൾ തുടർച്ചയായി 3-ാം വർഷവും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ച രാജ്യമായി മാറി കായിക ലോകത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി 2024 ഇന്ത്യൻ താരങ്ങളിൽ നടത്തിയ 537 പരിശോധനകളിൽ 160 എണ്ണമാണ് പോസിറ്റീവായി മാറിയത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അങ്കമാലിയിൽ 20 സെന്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും 10 കിലോമീറ്ററും അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും 2 കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്നും 150 മീറ്റർ ദൂരവുമുള്ള ഈ സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന വില 2,10 ലക്ഷം രൂപ. ആരാധനാലയങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജ്, സ്കൂൾ, ഹോസ്പിറ്റൽ, മറ്റെല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള ഈ വീടിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.